കരാർ നിലവിൽ വന്നെങ്കിലും ലെബനനിൽ സംഘർഷങ്ങൾക്ക് അന്ത്യമായിട്ടില്ല. തങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് പുറകെയാണെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇസ്രയേലിന്റെ ലക്ഷ്യം അത് മാത്രമല്ല എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. തെക്കൻ ലെബനനിലെ വിവിധ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായ രൂപത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട ക്ലസ്റ്റർ ബോംബുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ സൈന്യം ഉപേക്ഷിച്ചെന്ന് കരുതപ്പെടുന്ന ഈ മാരകായുധങ്ങൾ പ്രദേശവാസികൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയ ഭീഷണിയാകുകയാണ്. മേഖലയിലെ സംഘർഷങ്ങൾ തെല്ലുന്നടങ്ങിയതിന് പിന്നാലെ വീടുകളിലേക്ക് മടങ്ങുന്ന സിവിലിയന്മാരെയും കുട്ടികളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം കെണി ബോംബുകൾ നേരത്തെ ഗാസയിലും വൻതോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ബസൂറിയ മുനിസിപ്പാലിറ്റി ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ കളിക്കുന്ന പന്തുകളുടെ ആകൃതിയിൽ രൂപമാറ്റം വരുത്തിയ ബോംബുകൾ പലയിടത്തും കാണപ്പെട്ടേക്കാമെന്ന് അധികൃതർ അറിയിച്ചു. തെക്കൻ ലെബനനിലെ ധൗവർ എന്ന പട്ടണത്തിൽ ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള ഒരു ക്ലസ്റ്റർ ബോംബ് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. കുട്ടികൾ കളിക്കുന്ന പന്തുകൾക്കോ മറ്റ് കളിപ്പാട്ടങ്ങൾക്കോ സമാനമായ ആകൃതിയിലുള്ളതും ചായം പൂശിയതുമായ അപരിചിത വസ്തുക്കൾ കണ്ടാൽ അവ തൊടാനോ സമീപിക്കാനോ പാടില്ല എന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കൃത്യമായ പരിശോധന നടത്തി സുരക്ഷിതമാണെന്ന് സൈന്യം ഉറപ്പുവരുത്താത്ത തോട്ടങ്ങൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതും ഒഴിവാക്കണം. സംശയാസ്പദമായ എന്തെങ്കിലും വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ നീക്കം ചെയ്യാൻ ശ്രമിക്കാതെ ഉടൻ തന്നെ മുനിസിപ്പാലിറ്റിയോ ലെബനീസ് സൈന്യത്തെയോ വിവരമറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. പൗരന്മാരുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവന് നേരിട്ട് ഭീഷണി ഉയർത്തുന്ന ഇത്തരം മാരകായുധങ്ങളെക്കുറിച്ച് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ലെബനീസ് അധികൃതർ ഊന്നി പറയുന്നു. ഗാസയിൽ ഇത്തരം പല രൂപത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റിയ ഇസ്രയേൽ അത് തന്നെ ലെബനനിലും തുടരുന്നത് വൻ ആശങ്കകൾക്കാണ് ഇപ്പോൾ വഴിവെക്കുന്നത്. അതേസമയം ലെബനനിൽ യഥാർത്ഥ സമാധാനവും സുരക്ഷയും കൈവരിക്കണമെങ്കിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്ന തങ്ങളുടെ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളിൽ ഇതുവരെ 4000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. സീഷെൽ സന്ദർശന വേളയിൽ ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി ജെയിംസ് പിദിയ മോഗനുമായി ജെറുസലേമിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഗിഡിയോൺ സാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒപ്പുവെച്ച ചട്ടക്കൂട് കരാറിൽ പ്രതിഫലിക്കുന്നത് ലെബനനുമായുള്ള സമാധാനം സ്ഥാപിക്കാനുള്ള ഇസ്രായേലിന്റെ താൽപര്യമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇസ്രായേലും ലെബനനും തമ്മിൽ ഒപ്പുവെച്ച പുതിയ സമാധാന കരാർ പ്രകാരം ഘട്ടം ഘട്ടമായുള്ള ഒരു പ്രക്രിയയിലൂടെ ലെബനൻ ഔദ്യോഗിക സൈന്യം രാജ്യത്തിന്റെ പരമാധികാരം പൂർണ്ണമായും വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിനായി രാജ്യത്തെ അനധികൃത സായുധ ഗ്രൂപ്പുകളെ നിരായുധീകരിച്ചു എന്നുറപ്പുവരുത്തണം. കരാറിന്റെ ഈ വ്യവസ്ഥ പ്രധാനമായും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ ഈ ചട്ടക്കൂട് കരാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഹിസ്ബുള്ള ഇത് നിയമവിരുദ്ധവും അസാധുവുമാണെന്നാണ് പ്രഖ്യാപിച്ചത്. ഇതിനിടെ തെക്കൻ ലെബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികർ അവിടെ ദീർഘകാലം തുടരുന്നതിനായി തയ്യാറെടുക്കാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. പുതിയ വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കുമ്പോഴും മേഖലയിൽ കടുത്ത അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ദക്ഷിണ ലെബനനിലെ മഷ്ദൽ സൗൺ ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രം ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കമാണ് ആക്രമണത്തിൽ തകർന്നത്. നൂറുകണക്കിന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കത്തിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. ആക്രമണത്തിന് മുൻപ് യുഎസിനെ വിവരം അറിയിച്ചിരുന്നതായും ഇസ്രായേൽ വ്യക്തമാക്കി. അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ യുഎസിന്റെ മധ്യസ്ഥതയിൽ സുരക്ഷാ ക്രമീകരണത്തിന് ലെബനനും ഇസ്രായേലും ധാരണയിലെത്തി 2 ദിവസം പിന്നിട്ടപ്പോഴാണ് പുതിയ ആക്രമണം നടന്നത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.